നമസ്കാരം. മധുവിധു ആഘോഷം തീരും മുൻപേ മരണം കവർന്നെടുത്ത നിഖിലും അനുവും ഇരുവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി പോയ ഇരുവരുടെയും അച്ഛന്മാർ. ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം അത് ഒരു നാടിനെ ആകെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട മല്ലശ്ശേരിയിലാണ് നിഖിലിന്റെ വീട്. ഞാൻ ഇപ്പോൾ നിഖിലിന്റെ വീട്ടിലാണുള്ളത്. നിഖിലിന്റെ അമ്മ മാത്രമാണ് ഇവിടെയുള്ളത്. അവരെ സാന്ത്വനിപ്പിക്കുന്നതിനെ ആശ്വസിപ്പിക്കുന്നതിനായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടേക്ക് എത്തുകയാണ്. ആ, ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടലിന് സമീപത്ത് വെച്ച് അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ 4 പേരും മരിക്കുകയായിരുന്നു. മലേഷ്യ വന്നത് വീട്ടിലേക്ക് വരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിലാണ് ഈ അപകടം സംഭവിച്ചത്. ഈ കുടുംബത്തെ നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലേ? അതെ അതെ. എങ്ങനെയാണ് നിങ്ങൾ പരിചയം? അയൽവാസം? ഞങ്ങൾ അയൽവാസികൾ. എന്റെ വീട് അത് താഴത്തെ വീടാണ്. താഴത്തെ വീട്. ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 15 ദിവസമേ ആയുള്ളൂ. അതെ പങ്കെടുത്തിരുന്നു. പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ആദ്യകൂടന്തം ഞങ്ങളുടെ ഒരു കുടുംബമായിട്ട് ഞങ്ങളുടെ വീടായിട്ട് ഇത് ഈ മക്കള് മലേഷ്യക്ക് പോയേക്കുമായിരുന്നു. അവരെ കൂട്ടാൻ വേണ്ടി കൂട്ടാൻ വേണ്ടി മോന്റെയും പപ്പമാർ രണ്ടുപേരും കൂടെ പോയതാണ്. പോയിട്ട് വരുന്ന സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. എന്തെങ്കിലും പറഞ്ഞിരുന്നോ വന്നു കഴിഞ്ഞിട്ട്? അങ്ങനെ ഇപ്പം അച്ഛനോട് സംസാരിച്ചിരുന്നു? എങ്ങനെ? ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം സംസാരിച്ചിരുന്നു മക്കളെ കൊണ്ടുവരാൻ പോവാന്നുള്ള കാര്യങ്ങൾ? അത് ഞങ്ങൾ രാവിലെ കണ്ട് സംസാരിച്ചു. വൈകിട്ട് കുഞ്ഞുങ്ങൾ വരും, അവരെ എടുക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടെ പോകുന്നു പറഞ്ഞായിരുന്നു. നിർഭാഗ്യകരമായ ഒരു സംഭവമായി പോലെ. തീർച്ചയായിട്ടും. ഇവരൊക്കെ ഒരുമിച്ച് മസ്കറ്റിലായിരുന്നു. എങ്ങനെയാ? ഞാനും മോന്റെ പപ്പ ഇവിടുത്തെ അച്ഛനും കൂടെ മസ്കറ്റിലായിരുന്നു. ഞങ്ങള് 250 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലും 2-3 മാസം കൂടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും കാണുകയും. അപ്പം മിക്കവാറും ഞാനായിരിക്കും അവിടെ പോകുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ജോലിയുടെ കാര്യത്തിൽ മത്തി പോകുമ്പോൾ അച്ഛൻ്റെ ഷോപ്പായിരുന്നു, സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അന്നേരം ഞങ്ങൾ പോയി കാണും, സംസാരിക്കും. വളരെ ഹൃദ്യതയുള്ള ഒരു അച്ഛനായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പം 3 വർഷം ഏകദേശം ഞങ്ങൾ ഒരേ സമയത്താണ് മസ്കറ്റ് ഫിനിഷ് ചെയ്ത് നാട്ടിൽ വന്ന് സെറ്റിലായത്. നാട്ടിൽ സെറ്റിൽ. മകൻ കാനഡയിലാണ്. മകന് കുറച്ച് നാള് സൗദിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഹയർ സ്റ്റഡിക്കും ജോലിയുള്ള ബന്ധത്തിലാണ് കാനഡയ്ക്ക് പോയത്. അതിപ്പം ഫ്യൂച്ചറിൽ അതൊരു ചെയ്യാനുള്ള. ഇവരുടെ ഈ അനുവിന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണല്ലോ. അവര് തമ്മിൽ പ്രണയിച്ചാണ് കല്യാണം കഴിച്ച അങ്ങനെയുള്ള കാര്യങ്ങൾ? അല്ല, അവരൊരു ഒരു പള്ളിക്കാരാണ്. അങ്ങനെ പേരൻസിന്റെ അങ്ങനെയുള്ള അറിയില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും 2 വീട്ടുകാരും വളരെ സന്തോഷത്തോടെ ചെയ്ത. ഏതായാലും എന്താ പറയാ, ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരാൻ പോകുന്നു. എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടിയല്ല ഇരുന്ന സമയത്ത് ഒരു 10 നാൾ കഴിഞ്ഞാൽ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷം. നാളെ അനുവിന്റെ ജന്മദിനാഘോഷം. അതിനിടയിൽ വിരുന്നിനായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിലേക്ക് പോകണം. പിന്നീട് കാനഡയിലേക്ക് യാത്ര. ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയതേയുള്ളൂ നിഖിലും അനുവും. പാതി വഴിയിൽ വെച്ച് മരണം അവരെ കവർന്നെടുത്തു. ഒപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരും. മരണം അത്രമേൽ ക്രൂരതയാണ് ഈ കുടുംബത്തോട് ചെയ്തത്. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു ഇരുവരുടെയും വിവാഹം. മലേഷ്യയിൽ മധുവിധു കഴിഞ്ഞെത്തിയ ദമ്പതികളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെ ആയിരുന്നു അപകടം സംഭവിച്ചത്. തിങ്കളാഴ്ചയാണ് ദമ്പതികൾ മലേഷ്യയ്ക്ക് പോയത്. നവംബർ 30-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത്. 8 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ്. അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി. ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട്. രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഒരേ ഇടവകക്കാരുമാണ്. നാളെ അനുവിന്റെ ജന്മദിനമാണ്. വിപുലമായ ആഘോഷവും നിശ്ചയിച്ചിരുന്നു. ബിജു ഇന്നലെ പള്ളിയിൽ കരോൾ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്നത്. കരോൾ സംഘത്തോട് പറഞ്ഞിട്ടായിരുന്നു ബിജു പോയത്. എല്ലാവരുമായി നന്നായി സഹകരിക്കുന്ന വീട്ടുകാരാണെന്ന് നാട്ടുകാരും പറയുന്നു. ബിജുവാണ് വാഹനം ഓടിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജരാണ്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ബിജു. കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മക്കൾ തിരിച്ചു വന്നതിന് ശേഷം ക്രിസ്മസ് ആഘോഷം വിപുലമായി നടത്തുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു വീട്ടുകാർ. അതിനിടയിലാണ് 4 പേരെയും മരണം കവർന്നെടുത്തത്.